ഷാനിമോൾ ഉസ്മാന ഒരു സീറ്റ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി താൻ ബലിയാടായെന്ന ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ശാന്ത ജയറാം മണ്ഡലത്തിലെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ തനിക്കാണ്. എന്നാൽ ഷാനിമോൾക്കെതിരെ പ്രവർത്തിക്കില്ല. ഒറ്റപ്പാലത്ത് നിർത്തുന്നത് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ നല്ല മത്സരമുണ്ടാകുമായിരുന്നു. ഒരു പരിഹാസ കഥാപാത്രമായി ഇപ്പോൾ താൻ മാറിയെന്നും AICC അംഗം കൂടിയായ ശാന്ത ജയറാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല അവർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ശാന്തേനെ ഒറ്റപ്പാലത്തേക്ക് ഇട്ടിട്ടുണ്ട്, സന്തോഷം, താങ്ക്സ് എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് പോയി. എല്ലാവരുടെയും ഒരു ആദ്യത്തെ ഒരു ഇത് നമ്മൾ കാരണവന്മാരെ കാണുക എന്നുള്ളതാണല്ലോ, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത്. ലീഗിൻ്റെ നേതാക്കന്മാരെ കണ്ടു, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെ കണ്ടു. ഞാൻ ചെല്ലുന്ന സമയത്താണ് ഇത് ഫ്ലാഷ് ന്യൂസ് വരുന്നത്. അപ്പോൾ പിന്നെ അതൊരു മാനസികമായിട്ട് നമുക്കൊരു വിഷമമുണ്ടാക്കി. ഈ 6 ദിവസമായിട്ടൊരു കോമാളി വേഷം കെട്ടി നടന്നു എന്നുള്ളതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ആദ്യമേ മറ്റേ ഷാനിമോളെ കൊണ്ടുവരായിരുന്നു. എനിക്ക് പ്രശ്നമേ ഇല്ല, കാരണം എന്നേക്കാൾ അർഹത അവർക്കുണ്ട്. ഞാനും അവരുമായി ഒരുപാട് വർഷത്തെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. അവർക്ക് അമ്പലപ്പുഴയിൽ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാണ് ഞാൻ. കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് ഞാൻ ആ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സാരില്ല ശാന്തേ എന്നും പറഞ്ഞു. പിന്നെ അവർ ഒറ്റപ്പാലത്തേക്ക് എന്നേക്കാൾ മുന്നേ ആദ്യം സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ തന്നെ അവരിട്ടാൽ മതിയായിരുന്നു. ഒറ്റപ്പാലത്ത് ഷാനിമോളാണ്. സന്തോഷമാണ് നമുക്ക്. ഞങ്ങളെപ്പോലുള്ളവരെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടവും നഷ്ടവും കഷ്ടവും സഹിച്ചിട്ടാണ് നമ്മൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും കിട്ടാത്തവരുണ്ട് എത്രയോ ആളുകൾ. പക്ഷേ എനിക്ക് ഭാഗ്യം കൊണ്ട് ഷൊർണൂർ കിട്ടി, ഇവിടെയും കിട്ടി. ഇത് ഞാൻ ചോദിക്കാതെ വന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അതും കിട്ടി. അതിൽ നിന്ന് നമ്മൾ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളൊരു ദുഃഖമുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. അർഹതപ്പെട്ട എത്രയോ ആളുകൾക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. കിട്ടിയില്ല എന്നുള്ളതുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ 6 ദിവസം നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നടന്ന് ഒരു മണ്ഡലത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു 10-200 ഫോൺ ചെയ്യലും ആളുകളൊക്കെ നമ്മൾ സ്ഥാനാർത്ഥിയാണെന്ന് പരിചയപ്പെടുത്തലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ ആളെ AICC അംഗീകരിച്ചിട്ട് വരണു എന്ന് പറയുമ്പോൾ അതിൽ ഞാനൊരു കോമാളിയായി എന്നുള്ളതല്ല. അത് എനിക്ക് അതിനൊരു നീരസമുണ്ട്. അത് നേതൃത്വം എന്തുകൊണ്ട് നേരത്തെ ആലോചിച്ച് ചെയ്തില്ല. പക്ഷേ AICC പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ ഒരൊറ്റ പ്രാവശ്യമേ പ്രഖ്യാപിക്കുള്ളൂ സ്ഥാനാർത്ഥികളെ. ഇപ്രാവശ്യം എത്ര പ്രാവശ്യമാണെന്ന് അറിയില്ല പ്രഖ്യാപനം. അതൊക്കെ മറ്റുള്ളവരുടെ മാനസികമായി അവരെ വിഷമിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം ഇതിലുള്ളൂ, വേറൊന്നുമില്ല. AICC തീരുമാനിച്ചാൽ അത് അനുസരിച്ച് മുന്നോട്ട് പോവുക. എൻ്റെ അപമാനം ഞാൻ സഹിക്കും, അത്ര തന്നെ. അല്ലാണ്ട് വേറൊരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് സാധിക്കില്ല. എന്തായാലും ഞാനിപ്പോൾ വേറെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അപമാനം, ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണാലിറ്റി, ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു തറവാട്ടിൻ്റെ പേരിൽ ജയറാം മാസ്റ്റർ ഭാര്യയാണ് എന്നുള്ള പേരിൽ, എൻ്റെ മക്കളുടെ അമ്മയാണ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. എത്രത്തോളം നമുക്കങ്ങനെ ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ.